പിന്നെയോ ഇങ്ങ എടുക്കുമോളെ അത് എന്തോ ഒരു വിശപ്പ് ആന്ന് തിന്നട്ടെ. ഇനി കല്യാണപ്പോലെ നമ്മള് പൈസ ഇടുന്ന കവറിന്റെ അകത്ത് ഒരു പൊരിച്ച ചിക്കന്റെ പീസ് എടുത്ത് വെക്കുന്നുണ്ടല്ലോ. ഓ ഞാൻ തരാം. അത് പൊരിച്ച ചിക്കൻ അല്ല, പിന്നെ കല്യാണം പോലെന്ന് എടുത്താ കണ്ട് കല്യാണം പോലെന്ന് എടുത്ത് നോക്കിയ ധൈര്യത്തി ഞാൻ തരാം. കാക്കേ രണ്ടെണ്ണ തരേ കൈയാട്ട്. എന്താ ചിക്കൻ പീസാ ഇത്? ഞാൻ കല്യാണപ്പോലെ ഇതെടുത്ത ഇത് ഞാൻ കല്യാണം പോലെന്ന് എടുത്തുക്കുന്നോന്ന് സംശയം ഉണ്ടായിട്ട് നോക്കിയാ ബാഗ്. ഇത് ഞാൻ നമ്മളാണ് കുപ്പിന്ന് വാരിയിട്ട് കൊണ്ടുപോകുന്ന. കുരുമുളകോ? എന്തിന്? കുഴിച്ചിടുവാനോ? ഇത് കുഴിച്ചിടാനല്ല, ഇത് ഞാനൊരു സാധനം ഓൺലൈനിന്ന് വാങ്ങിക്കുന്നത്. കുരുമുളക് പൊടിക്കുന്നേ. അപ്പോ ടെസ്റ്റ് ചെയ്യാൻ റമീസ് അവിടെ പച്ച മരുത്തുമുള്ള കുരുമുളകേ ഉള്ളൂ. അപ്പൊ ഇനി 5-6 എടുത്തിയാ? എടുത്തത് അമ്മക്ക് കാണുന്ന ടെസ്റ്റ് ചെയ്ത് പറ്റൂലെങ്കിൽ ഓന്റെ തന്നെ കൊടുത്തു. ഇനിയിപ്പൊ ഫുള്ള് ഓൺലൈൻ പർച്ചേസ് ആയിക്കണ്ടല്ലോ അല്ലേ? കടക്കാരൊക്കെ ഇനി ശരിയാക്കൂ. കടക്കാര് ശരിയാക്കുന്നല്ല, എന്നാ കാക്കു സാധനം വന്നിട്ട് പൈസ തന്നാ മതിയല്ലോ. അല്ലാണ്ട് അത് വാങ്ങിത്താ ആദ്യ പറയണ്ടേ. ഇത് വാങ്ങിട്ട് ഈനങ്ങ് പൈസ പഠിപ്പിച്ച് അന്ന് ഓലെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് ഞാൻ. ഒരു കിലോ ലഡുവും വാങ്ങിട്ട്. ആരും പഠിപ്പിച്ചല്ല. എന്താ അപ്പൊ സാധനം അവിടെ റെഡി ആയിക്ക്? കുരുമുളക് പൊടിക്കുന്നല്ല റെഡി ആയിക്കുന്ന. കുരുമുളക് ആകുമോ നോക്കട്ടെ. ഇവള് ഈ ലേശം കുരുമുളക് കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇപ്പൊ കുരുമുളക് പൊടിക്കുന്ന വാങ്ങിയിട്ടില്ലേ, നമുക്ക് പോയിട്ട് അതിന്റെ ഒന്ന് അൺബോക്സ് ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കല്ലേ. ഇത് റെഡി ആയില്ല, തിരിച്ചയക്കേ. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചയക്കാം. അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാരും ചെയ്യുന്നത്. ആയിക്കോട്ടെ, അത് ശരിയാവല്ലോ കേട്ടോ. ആഗ്രഹം ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ഞാനും കച്ചവടം ചെയ്താലോ. എന്ത്? ഓ ആയിക്കോട്ടെ. ഞാന് ആക്രി സാധനത്തിന് പഴയ പിന്നെ ഗ്രിൽസ് ഒക്കെ ഇങ്ങനെ ഓരോരുത്തരും എടുത്തോണ്ട് വരും. അപ്പൊ ഇത് ഇനി ഓൺലൈൻ വഴി വിൽക്കുക. കുപ്പിയൊക്കെ പെയിന്റ് അടിച്ച് അങ്ങനത്തെ ഓരോ പിന്നെ പഴയ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, അതല്ല ചിമ്മുണിയൊക്കെ ഇട്ട് നല്ലോണം കഴുകിയിട്ട് സെക്കൻഡ് ആയിട്ട് വിൽക്കുക. എങ്ങനെയുണ്ട് ഐഡിയ? ഓൺലൈൻ ആയിട്ട് എനിക്ക് പറ്റുമോ? പറ്റൂല. എന്നാ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോയിട്ട് വരാട്ടോ. എന്താ ഇവള് വാങ്ങി വെച്ചെന്നൊരു വിടുത്തോ ഇല്ല. ലേശം കുരുമുളകുമായിട്ട് പോവുകയാണ്. വിചാരപ്പം തിന്നാൻ കഴിയും. ഞാൻ എന്തെങ്കിലും ചോറന്നിട്ട് തിന്നാൻ പെറുക്കിട്ടാന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചു. ഞാൻ വിചാരിച്ചു നല്ല ചിക്കന്റെ പീസ് പഠിക്കാന്നേനു. എല്ലാം കൊളായി. എന്നാ പോകുക എല്ലാട്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നോ എവിടെ ഇനി വാങ്ങിയ സാധനോ? ഓക്കെ, എന്നാ ഇതാ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ഫ്രണ്ട് ക്യാമറ മാറ്റട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, പൊന്നും വില കൊടുത്ത് വാങ്ങിയ ഒരു മെഷീനാണിത്. ഇതിന്റെ വില ഇപ്പൊ ഇവിടെ പറയുന്നില്ല അല്ലേ? 512 റുപ്യയും കൊടുത്ത് വാങ്ങിയതാണ്. മെല്ലെ മെല്ലെ ഇതാ അടുത്ത നിമിഷം ഓപ്പൺ ആവാൻ പോവാണ്. ഇത് പൊട്ടുന്ന കുപ്പിയാ? നിങ്ങൾക്കൊന്നും തരാൻ പറ്റൂല. നിങ്ങൾ വേഗം പൊട്ടിച്ചാലേ. ഇന്നോ കമ്പനിക്കാർ നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നു. ഓലെ പൊരയിൽ എന്തോ പൊടിച്ചു കഴിഞ്ഞിട്ട് ഓല് അയച്ചതാണല്ലോ. ഇതിൽ കുറച്ചുണ്ടല്ലോ. അത് ഞാൻ ഇന്നലെ അവനോട് പറഞ്ഞേനു. ഇന്ന് നമ്മൾ വരുന്ന ഉറപ്പില്ലാത്തോണ്ട് പൊടിച്ചു നോക്കാനല്ലേ, തിരിച്ചയക്കണല്ലോ. അത് ശരി, ഇനി ഒടിച്ചു നോക്കിയതാ? ഞാൻ വിചാരിച്ചു കമ്പനിക്കാർ പൊടിച്ചിട്ട് ബാക്കി അയച്ചതാന്നാ. അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മള്? ഇതിന്റെ ഉള്ളിലാണ് ബ്ലേഡ് വരുന്നത്. അത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കുരുമുളക് ഇട്ട് ഇതിങ്ങനെ അടിച്ചിട്ട് മുറുക്കിയിട്ട് ഇവിടെ പിടിച്ച് ഇത് ഇങ്ങനെ മാത്രം തിരിയുമ്പോൾ ഉള്ളിലുള്ള ബ്ലേഡ് ഇല്ലേ, അതിനെ പൊടിയാക്കും. പൊടിയാക്കിയാൽ ലാസ്റ്റ് ഇവിടേക്ക് വരും. എന്റെ ഒരു ചോദ്യോ, ഇത് തുറന്നിട്ട് ഇട്ടാ പിന്നെ ഇതിന്റെ അടിയിലല്ലേ അത് പോയി നിൽക്കുക. അന്നേരം നമ്മൾ ഇവിടുന്ന് തിരിച്ചിട്ട് കാര്യമുണ്ടോ? കുരുമുളക് അങ്ങനെ വെച്ചിരിക്കണം അല്ലേ? അത് പറയണോ? കറക്റ്റ് പറയണ്ടേ? ഈ പകുതി മുണിങ്ങിയാലോ അല്ലേ? അങ്ങനെ തിരിച്ചോക്കി ആയില്ല എന്ന് പറഞ്ഞ തിരിച്ചയച്ചോട്ടോ. തിരിച്ചയക്കല എന്റെ ലക്ഷ്യം ഇപ്പൊ. അപ്പൊ നമുക്കൊന്ന് സാമ്പിൾ നോക്കല്ലേ? നീ ലക്കോട്ടിലെടുത്ത കുരുമുളക് എവിടെ? ലക്കോട്ടിലല്ല, അന്നേരം തെരുക്കിട്ട് പോയ ഒരു കടലാസ് കാണുന്നില്ല. എനിക്കിത് കല്യാണ പൊരയിൽ ഇടറേനോ? കുരുമുളകിന്റെ വില ഉണ്ടാ? കുരുമുളകിന് നല്ല വിലയില്ല ഇപ്പൊ. വെച്ചില്ല അതാ ലക്കോട്ടി. അതാ ലക്കോട്ടി അല്ല കാക്കേ. ഇന്നറിയാ ശേഷം കുമ്പ കൂടിക്കല്ലോ. നിങ്ങക്കാ ഞാൻ കൊറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നാ. കുരുമുളകോ? കുരുമുളക് ഞാൻ പൊടിച്ചൊന്നും കൊണ്ടുവന്നില്ലേ. അങ്ങനെ നീ ചെയ്യൂലോ.
ഞാൻ അത്ര കാര്യത്തിയല്ല കുരുമുളക് പൊടിച്ചോണ്ടാൻ. കഴിഞ്ഞു. പോയി. ഓ ഇനി ഞാനൊന്ന് ഇട്ടോക്കട്ടെ മൂടി. ഇത് ഞാൻ പിടിക്കാം. എന്താ മൂടിയിടാ ഇങ്ങനെ ഒന്നായിട്ടല്ലേ അങ്ങനെ ഇട്ടിട്ട് ഇവിടെ മുറുക്കണം. അവിടെ പിടിച്ച് തിരിച്ചിട്ട് കാര്യമില്ല. അടിയിൽ സ്റ്റീലിൻ്റെ സ്ഥലമുണ്ട്, അവിടെ പിടിച്ച് മുറുക്കണം. മുറുക്കിയിട്ട് ഇവിടെ അതാ നമ്മൾ കുരുമുളക് പൊടിയായാൽ ഇതിലേക്ക് വരാൻ ഒരു കുഞ്ഞി പിന്നാണ്. ഫ്രീ ആയിട്ട് വന്നതാ? അല്ല ഞാൻ അടുക്കളയിൽ ഫ്രീ ആയിട്ട് എനിക്ക് തരൂ ഓന്. എന്നിട്ട് ഇത് നേരെ അങ്ങനെ പാത്രത്തിൽ ഇല്ല അടിയിൽ ഓടി ഇട്ടേക്ക്. എന്നിട്ട് ഇത് മെല്ലെ റൊട്ടേറ്റ് ചെയ്യും. സ്റ്റീല് പിടിച്ച മറ്റേ ഭാഗം ചെറിയൊരു കട്ടി പോലെ തോന്നും. പൊടിയായിട്ടാ നല്ല കറക്ക്. അങ്ങനെ കറങ്ങിയത് എവിടെ എത്തൂല. ഇത് മറ്റേത് വാങ്ങിയോണ ശക്തി വേണം കേട്ടോ. തിക്കൊക്കെ ആവും. നിങ്ങൾ കൊണ്ടാവൂലേ? എന്താ കൊറേ തിരിക്കണം. 1 മണിക്കൂർ നിന്ന് തിരിക്കണം അല്ലേ? അല്ല ഒരു സംശയോ ഇവിടെ ഒരു മൂടില്ല. അതോ തിരിക്കേണ്ട ഇവിടെ ഈ കറുപ്പ് തന്നെ. ഇത് കറുപ്പാ. പൊടിയായ എന്തോ ബിസിലാറ്റ് അടിയോ? നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ സൗണ്ട് ഉണ്ടാക്കി തരാം. അല്ല ഇത് ടൈറ്റ് കുറയുമെന്ന് പറഞ്ഞോന്. അന്നപ്പോ ഒരു വിസിൽ ഞാൻ അടിക്ക. അപ്പൊ ടൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്പീഡാക്കി ബൂസ്റ്റ് എടുക്കട്ടെ. ഇതൊന്നും നടക്കുന്ന കാര്യല്ല. പക്ഷെ അധികം ഇട്ടാ നല്ല രസം. കുറച്ച് തോന വേണ്ടി വരും. 500 എത്ര? ഇതിപ്പോ ലൂസായി. തുറന്നു നോക്കാം. എന്തിനാ ചിരിക്കില്ല? ചിരിച്ചല്ല, തുറന്നു നോക്ക്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഇതിന്റെ നോക്കാൻ പോയത്. പൊടി തൂത്തു നല്ലോണം പിടിച്ചോ? പൊടി തൂക്കാണ്ട് നോക്കിക്കോ. കുലുങ്ങുന്നുണ്ടല്ലോ. ചിരിക്കല്ലേ? ആകുന്നില്ലെങ്കിൽ നമുക്കൊന്ന് തിരിച്ചടിക്കാലോ. ക്ലാസ് പൊട്ടണ്ടേ? ഇല്ല. പക്ഷെ ജീരകത്തിനതിന് സുഖം. ഈ പട്ടിമലൊന്ന് വായിച്ചു നോക്കുങ്ങള്. കൊറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇംഗ്ലീഷ് ആണ്, അതും അത്ര അങ്ങോട്ട് അറിയൂല. ഓ മലയാളം അറബി ഏതാ? various cooking functions such as grinding, juicing, mashing, filtering and holding food. മെല്ലെ ഇടണേ. ഇത് നിറഞ്ഞ് കവിഞ്ഞു പോവോ ഇത്? കുറച്ച് നല്ല എന്താണ്? ശരി, കുറച്ചുകൂടി ഉണ്ട്. പൊടിയായില്ല. തിരക്കേടില്ലാലിത്. അങ്ങനെ ആയാ മതി. ആയിക്കില്ലേ? അപ്പൊ ഇതെന്താ? അത് ഇതിന്റെ ഉള്ളിലുള്ളതാ. ഇത് പൊടി ഇടല്ലോ. ഇതാ ഇവിടെ ഉള്ളതാ. എങ്ങനുണ്ട്? ഇടുമ്പോ അധികം പൊടിഞ്ഞ ഓലല്ലേ ഇങ്ങനെ? ശരിക്കും ഞാൻ വിചാരിച്ചു തീരെ പൊടിഞ്ഞില്ല. അത് ഉള്ളിന്ന് ഇവിടെ നിങ്ങൾ കണ്ടിട്ടാ പൊടിഞ്ഞതേ പുറമേക്ക് വരും. പൊടി വരുന്ന ഇവിടെ ഒരു തുള ഉണ്ടായി കാണുന്നില്ല. നമ്മൾ ഏത് വെച്ചാ തട്ടി അതിലേക്ക് കുപ്പിന്റെ ഈ മോൾ ഭാഗത്ത പൊടിഞ്ഞ ഭാഗമൊക്കെ മോളിൽ വന്ന് നിൽക്കും. പൊടിയാത്തൊക്കെ അടിയിൽ തന്നെ ഉണ്ടാവും. മനസ്സിലായി. മറ്റേ ഊരിയ മൂടിയുടെ ഈ മച്ചിലെ പൊടി കുരുമുളക് ഇടാണ്ട് നമ്മളൊന്ന് തിരിച്ചു നോക്കിയാൽ എന്താ പൊടി വരുവോ? എന്ത് പൊടി വരും? ഇത് നിങ്ങൾ തിന്ന നല്ല രസം ഉണ്ടാവും. അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? ഇല്ല, ഇത് ജീരകവും പൊടിക്കാൻ. മനസ്സിലായോ? റമീസിന് ഒരു പേക്ക് ബൂസ്റ്റും ആയിട്ട് ഇവിടെ വന്ന് തിരിപ്പിച്ചാ മതി അല്ലേ? കുരുമുളക് എടുത്തിട്ട്
ഞാൻ തിരിപ്പിച്ചോണ്ടിരിക്കല്ലേ ജിമ്മിന് പോകുന്നതിന് വരെ ഇവിടെ വന്ന് ഇതൊന്ന് തിരിച്ചാ മതി രാവിലെ. ഇങ്ങനെ ഓരോ കണ്ടുപിടിക്കുന്ന ഇങ്ങല്ലേ, അപ്പൊ ഇനി തിരിച്ചു കയറണം അല്ലേ? അടുത്തിടാൻ പോകാനേ ശരിയുണ്ട്. ഫുള്ള് ചരിച്ചടാ. ഓക്കെ, ഇതിങ്ങനെ ഇടുന്ന സമയത്ത് ഈ സാധനം അങ്ങ് തിരിച്ചെടുക്കണം ടൈലിന്ന്. വാഷറ് ഇവിടെ ടൈറ്റ് ആയിട്ട് അതാ ഇവിടെ ഇങ്ങനെ ഇടുന്നതാണ് ടൈറ്റ് ആയിട്ട്. അതങ്ങനെ വെച്ചാ മതി. ഇതിന്റെ ഉള്ളിലാ വരുന്നത് ടൈറ്റ് ആയിട്ട്. റെഡി കറിയിലേക്ക് അങ്ങനെ ഇടരുതെന്നേ ഉള്ളൂ. അപ്പൊ വിജയകരമായി ഇവര് വാങ്ങി ഇതാ ഇത്രയും പൊടികൾ കിട്ടിയിരിക്കാണ്. കുറച്ചുകൂടി ഒന്ന് തിരിച്ചു നോക്കി, അപ്പം കുറച്ചുകൂടി പൊടി വന്നാലോ? ഇല്ല, ഒരു ലാഭം ഒരു മണിയുള്ളൂ. ഇത് ക്ലീൻ ചെയ്യേണ്ട മെത്തേഡൊക്കെ ഇതാ ഇമെയിലുള്ളത്. ഇമെയിലോ? അത് നമ്മക്ക് അളിയനെ കൊണ്ട് വായിപ്പിക്കാം. അതിന് മെത്തേഡ് ഒന്നും ഇല്ല. പൈപ്പിന്റെ ചോട്ടിൽ വെച്ച് നല്ലോണം അങ്ങ് കക്കുക. ബ്ലേഡ് നമുക്ക് എന്താ സംഭവിക്കാൻ? ഓയിലിടണോ? മെയിന്റനൻസ് ചാർജ് ഒക്കെ വരുവോ? ഉണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് വായിച്ചേരണേ. എന്താണ് നല്ലോണം ചൈനീസാ? ഇംഗ്ലീഷ് ഉണ്ടാവും. ഇതും ചൈനീസ്. പക്ഷെ എന്തായാലും ഇതെല്ലാം ഉപകാരമുള്ള സാധനം തന്നെ അല്ലേ? മാറ്റർ ഓഫ് നീഡിങ് അറ്റൻഷൻ. ഗൂഗിളിൽ പോയിട്ട് ആൻസർ ചെയ്താൽ മതി. ഗൂഗിളിൽ പോയിട്ട് ഞാൻ ഭയങ്കര ഇംഗ്ലീഷ്, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഗൈസ് ഇതാണ് ഇവര് പർച്ചേസ് ചെയ്ത സാധനം കേട്ടോ. പൊടി ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ പൊടിയോന്ന് വിചാരിച്ചില്ലേനു, പക്ഷെ നല്ല രീതിയിൽ ഇതാ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇവളിങ്ങനെ പറയും, ഇവനിങ്ങനെ കണ്ടെത്തും. അതാണ് ഇവളുടെ പരിപാടി. പൈസ ഇങ്ങനെ ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്നാലും പ്രശ്നമൊന്നും ഇല്ല ഇങ്ങനെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന്. പിന്നെ എനക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് റമീസ. ഞാൻ വാട്സപ്പിൽ എനിക്ക് ലിസ്റ്റ് അയച്ചു തരാം. വയറ് കുറക്കുന്ന ഒരു മെഷീൻ. എത്ര തിന്നാലും വയറ് കുറയണം. ഒരു ഡയറ്റും എക്സസൈസ് ഒന്നും ഇല്ല. ഡെയിലി ബിരിയാണി എന്നാലും അതിനുള്ളൊരു മെഷീൻ, അതിനുള്ളൊരു ടീഷർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇടുമ്പോൾ ഇങ്ങനെ അമർന്നു നിൽക്കും. വൈറ്റാവുന്ന വാങ്ങണം. അപ്പൊ വേറെന്താ പറയാനുള്ള? ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്ത് ഞങ്ങള് അതൊന്നും പറയാനിട്ടില്ല. ഓരോന്ന് വരുമ്പേ വേറെ ഒരു സംഭവം ഞങ്ങളവിടെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് കേട്ടോ അൺബോക്സിങ് ചെയ്യാന്. അതിന്റെ വീഡിയോ അടുത്തതായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ കഴിഞ്ഞില്ല, നല്ല സ്വാദിഷ്ടമായ കുരുമുളക് പൊടി റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്നില്ല, പോവാൻ നോക്കുമ്പോ ചെയ്യാം. ഇപ്പൊ നല്ല ടേസ്റ്റ് ചെയ്യാന് നല്ല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുക. പഠിച്ചവനെ കോഴിക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. 2 പുഴുങ്ങിയ മുട്ടയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് തമാശ പറയുന്ന കേട്ടോ, മുട്ട വേണം നിങ്ങൾ എപ്പോ മുട്ടാക്കൊന്നും വേണ്ട. അപ്പൊ 2 പുഴുങ്ങിയ മുട്ട റെഡി ആക്കിണ്ട്. ഇവക്ക് എളുപ്പത്തിലുള്ള ഒരു സാധനം വാങ്ങിയതാണ് കേട്ടോ കിച്ചണില്. ഇപ്പൊ ഇത് പൊടിക്കലെന്ന് നമ്മൾ മറ്റേ ഇങ്ങനെ കുത്തുന്ന അതിലിട്ടിട്ട് കുത്തലതിന്. ഇനിയിപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാലോ. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാല് എന്തെങ്കിലും ഓർലിക്സും ബൂസ്റ്റും ഒക്കെ വീട്ടിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടാക്കേണ്ടി വരും. ഇത് തിരിക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമാണല്ലോ. പൊടി ആ പൊടിയിലിട്ടെന്നാല് എന്തായാലും കൊണ്ടുപോകുന്നല്ലേ. വീഡിയോ അന്നേരം സ്റ്റാൻഡേർഡ് ആയത്. അതെ, വീഡിയോ ഓഫ് ചെയ്തപ്പോ തന്നെ അവരിട്ട് കൊണ്ടുപോയിച്ചോളൂ. വീഡിയോ വന്നേരം മൊഞ്ചാക്കിയതല്ലേ. അതിൽ തന്നെ ഇട്ട് ആരും ഒന്നും പറയൊന്നുമില്ല. വേണ്ട, കുരുമുളക് പൊടി അവിടെ ഉണ്ട്. എന്നാ പിന്നെ നിർത്തല്ലേ അല്ലേ? നിങ്ങളെ കത്തി ഇങ്ങനെ കേട്ട് നിക്കാൻ നേരെയല്ല. ഞാൻ പോയിട്ട് പുയ്ങ്ങ മുട്ടയും ചായ അടിക്കട്ടെ. വേറെ വിശേഷം? സമാധാനം വേറെ വിശേഷം ഒന്നും ഇല്ലാലോ.